ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ വേണോ അതിനനുസരിച്ച് കൂട്ടുക കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പിഞ്ച് മാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി, കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ എത്രയാണോ മൈദ എടുത്തിട്ടുള്ളത് ആ സെയിം കപ്പിൽ തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ നേരിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടുകൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് തന്നെ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ടേനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നേരിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് അരക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഈ എല്ലാം പാടെ അരച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കോഴിമുട്ട എത്രത്തോളമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കോഴിമുട്ടൻ്റെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും. ഇതിങ്ങനെ ചുറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ ജസ്റ്റ് ഒന്ന് ഈ ഒരു പാൻ വെച്ചിട്ടൊന്ന് തിരിച്ച് ഇതാക്കിയാൽ മതി. ഇത് കുറച്ച് വലിപ്പമുള്ള പാനായതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഒരു ചെറിയ പാൻ എടുത്താണ് ജസ്റ്റ് നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ ഒന്ന് ചുറ്റിച്ച് അങ്ങനെ ആക്കിയാലും മതി കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് കണ്ട് ഒന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ മേലൊന്ന് നെയ്യൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.